ഈ ദിനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സെഷൻ നയിക്കുന്നതിന് നമ്മോട് കൂടെയുള്ളത് നമ്മളിൽ ഒരാളായ, നമുക്ക് അഭിമാനമായ കേരള സംസ്ഥാനത്തിന്റെ കുതിപ്പിന്, മുന്നേറ്റത്തിന് ദിശാബോധം പകർന്ന കരുത്തയായ ഒരു വ്യക്തിത്വം ശ്രീമതി ലിഡ ജേക്കബ് IAS. 7 സ്ട്രീമുകളിലായി അക്കാഡമീഷ്യൻസ് ആൻഡ് റിസർച്ചേഴ്സ്, പബ്ലിക് സർവൻസ്, ഗവൺമെന്റ് എംപ്ലോയീസ്, ഹെൽത്ത് പ്രൊഫഷണൽസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെഡ്സ്, ലീഗൽ പ്രൊഫഷണൽസ്, എഡ്യൂക്കേറ്റേഴ്സ്, എഞ്ചിനീയേഴ്സ് ആൻഡ് എന്റർപ്രണേഴ്സ്, അങ്ങനെ 7 കാറ്റഗറിയിലായിട്ടാണ് ഈ 302 പേരെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ലിഡ മാമിന്റെ സെഷനു ശേഷം നമ്മൾ 7 സെക്ടറുകളിലേക്ക്, 7 സ്ട്രീമുകളിലേക്കായിട്ട് നമ്മൾ പോകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് വലിയ ഒരു പ്രതീക്ഷയുടെ, മുന്നേറ്റത്തിന്റെ പല പദ്ധതികൾക്കും കാരണക്കാരിയായ പൊതുസമൂഹം, പൊതുസേവക എന്നുള്ളത് സ്വന്തം വളർച്ചയ്ക്കല്ല, കൂടെയുള്ളവരുടെ വളർച്ചയ്ക്കാണെന്ന് പ്രവർത്തനങ്ങൾ കൊണ്ട് തെളിയിച്ച നമ്മുടെ അഭിമാനമായ, നമ്മോടൊപ്പമുള്ള ശ്രീമതി ലിഡ ജേക്കബ് IASനെ എല്ലാവരുടെയും പേരിൽ സ്നേഹാദരവോടെ ഈ കീനോട്ട് സെഷനായി സ്വാഗതം ചെയ്യുന്നു. വർഷങ്ങളായിട്ട് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ഒരു സംരംഭമാണ് ഇന്നിവിടെ നടക്കുന്നത്. വൈകിയെങ്കിലും ഇന്നെങ്കിലും നടക്കുന്നല്ലോ എന്നുള്ളൊരു ആശ്വാസമുണ്ട്. പക്ഷേ ഇതും ഇവിടം കൊണ്ട് അവസാനിക്കില്ല. കാരണം അതുപോലെയുള്ള ഒരു ശക്തമായ ഒരു നേതൃത്വത്തെയാണ് ഞാനിപ്പോൾ കാണുന്നത്. തീർച്ചയായിട്ടും നമ്മളാരും ഇന്നിവിടെ കൂടി വന്നതിൻ്റെ എല്ലാവരും ഒരു ഉദ്ദേശത്തോടെയാണ് വന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ സംരംഭം ഇതുകൊണ്ട് അവസാനിക്കില്ലെന്ന് നാം ഓരോരുത്തരും ദൃഢപ്രതിജ്ഞ എടുക്കണം. ഇവരാരും എടുത്താൽ പോരാ, പിതാക്കന്മാരെടുത്താൽ പോരാ, വൈദികരെടുത്താൽ പോരാ. ആരാ എടുക്കേണ്ടത്? നാം ഓരോരുത്തരും എടുക്കണം. ഇവിടം കൊണ്ട് ഇത് അവസാനിക്കില്ല. എന്നാൽ മാത്രമേ ഇതിന് അർത്ഥമുണ്ടാവുള്ളൂ. ഇത്രയധികം പണം ചെലവാക്കി എത്രയോ പേരോട് വന്നിരിക്കുന്നു, എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തു. അത് വെറുതെ ആകരുത്. ദയവ് ചെയ്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോവുക. നമുക്കുടെ റിസൾട്ട്സ് കാണിക്കാൻ സാധിക്കും. അതിലെനിക്ക് ഉറപ്പുണ്ട്. ഒരുമിച്ച് നിന്നാൽ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊരു യുണീക്ക് ഗാദറിംഗ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിനു മുമ്പൊക്കെ ഞാൻ കണ്ടിട്ടില്ല. KRLCCയുടെ ഒത്തിരി പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് ചുരുങ്ങിയ കാലങ്ങളിൽ ഞാൻ പങ്കെടുക്കാറില്ല. പുതിയ ആളുകൾ വന്നോട്ടെ എന്നുള്ളൊരു ധാരണയിലാണ്. അപ്പോൾ എക്സ്പീരിയൻസ് കൊണ്ടും കഴിവുകൾ കൊണ്ടും വിഷൻ കൊണ്ടും ശ്രദ്ധേയമായ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒത്തൊരുമിച്ച് കൂടുന്നതിന് അർത്ഥമുണ്ട്, പർപ്പസ് ഉണ്ട്. അതിൽ നിങ്ങൾക്കൊരു ലക്ഷ്യവും ലക്ഷ്യബോധവും ഉണ്ട്. നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ജോലി ചെയ്യുന്നവരും റിട്ടയർ ചെയ്തും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും വർഷങ്ങളായിട്ട്, ദശാബ്ദങ്ങളായിട്ട് ജോലി ചെയ്ത് നമ്മുടെ ഗ്രോത്ത് ലാഡറിൽ, ഈ ഉയർച്ചയുടെ ഏണിപ്പടികൾ കയറിയവരാണ്. അത് വെറുതെ നമ്മൾ എത്തിയിട്ടതല്ല. കഠിനാധ്വാനം കൊണ്ട്, പ്രാർത്ഥനയിലൂടെ, മറ്റു ധാരാളം ആളുകളുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ എവിടെയാണ് ഇന്ന് എത്തിയിരിക്കുന്നത് അവിടെ എത്തിച്ചേർന്നിട്ടുള്ളതും. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ധാരാളം സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്, അല്ലയോ? എത്രയെത്ര പ്രശ്നങ്ങൾ നമ്മൾ ഓരോരുത്തരും ഇന്നും ജോലി ചെയ്യുന്നവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. എത്രയെത്ര ആളുകളുടെ ജീവിതം നമ്മൾ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ സിസ്റ്റത്തിനുള്ളിൽ, റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ ഉള്ളിൽ, ഈ സ്ട്രക്ചറിനുള്ളിൽ നമ്മൾ നമ്മുടെ കരിയർ വളർത്തിയെടുക്കുന്നു. വളർത്തിയെടുത്തവരുണ്ട്, വളർത്തിയെടുത്ത് കഴിഞ്ഞവരുണ്ട്, വളർത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട് ധാരാളം. ഇതിനുള്ള നമ്മുടെ ഡെഡിക്കേഷൻ, നമ്മുടെ എഫർട്ട്, നമ്മുടെ കഴിവുകൾ, ഇത്രയത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള കരിയേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവകൃപ കൊണ്ട് മാത്രമാണ്. നമ്മൾ ഓർക്കണം. നമ്മുടെ ഒപ്പം സ്കൂളിൽ പഠിച്ച കുട്ടികളെക്കുറിച്ച് ഓർക്കുക, നമ്മോടൊപ്പം കോളേജിൽ പഠിച്ചവരെ കുറിച്ച് ഓർക്കുക. അതിലെത്ര പേരാണ് നിങ്ങളുടെ ഈ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്? അപ്പോൾ എന്താണ് പ്രത്യേകമായിട്ടുള്ളത്? നമ്മെ കണ്ടെത്തി നമ്മളെ തിരഞ്ഞെടുത്തവരാണ്. ദൈവം പറയുന്നുണ്ട്, that Christ himself has said, much is demanded. ഞാൻ എൻ്റെ വാക്കുകളാണ് പറയുന്നത്. much is demanded from those to whom much has been given. കൂടുതൽ നൽകപ്പെട്ടവരിൽ നിന്നും കൂടുതലാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തിരിച്ചു കൊടുത്തേ പറ്റൂ. അല്ലെങ്കിൽ ജാഗ്രത, ബി കെയർഫുൾ, യു വിൽ ബി ക്വസ്റ്റ്യൻ, യു ആർ ആൻസറബിൾ എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഒരു അടിസ്ഥാനമായിട്ട് എടുക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ഡോക്ടർ മാർട്ടിൻ പാട്രിക്. അത് സാറോടെ ഉണ്ടായിരുന്നുണ്ടല്ലോ, ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. ഡോക്ടർ മാർട്ടിൻ പാട്രിക് തയ്യാറാക്കിയ അദ്ദേഹത്തിനോടൊപ്പം
ശ്രീ ജോയ് ഗോതിരത്തും അതുപോലെ ജൂഡ് ജോസഫൊക്കെ പ്രവർത്തിച്ച കേരളത്തിലെ ലത്തീൻ കത്തോലിക്കരും അവരുടെ സാമൂഹിക സാമ്പത്തിക ഒരു വിശകലനം നടത്തിയിട്ടുള്ള പുസ്തകമാണ്. അതിനകത്ത് ഏതാണ്ട് 1,06,000 പേരെ ക്വസ്റ്റ്യനെയർ വഴിയാണ് ഇതൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ചിത്രം കൊണ്ട് നോക്കുമ്പോൾ സങ്കടവും നാണക്കേടുമാണ് ഉണ്ടാകുന്നത്. വി ഷുഡ് ഫീൽ അഷെയിംഡ്. വി ഷുഡ് ഫീൽ അഷെയിംഡ് നോട്ട് അറ്റ് ദ ഫിഗേഴ്സ്, വി ഷുഡ് ഫീൽ അഷെയിംഡ് അറ്റ് അവർസെൽസ്. കാരണം ഇതിനേക്കാളും താഴേക്കടയിൽ കിടന്ന സമൂഹങ്ങൾ എത്രയോ ഉയർന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് എവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്കെത്താൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? സോ വി ഹാവ് ടു ലുക്ക് അറ്റ് ദാറ്റ് ഓപ്പൺലി ആൻഡ് ക്ലിയർലി. 4 കണ്ണ് തുറന്ന് നോക്കണം, അകക്കണ്ണുകൊണ്ടും നോക്കണം. എന്തുകൊണ്ടാണ് ഈ ഫിഗേഴ്സ് ഇത്രയും ഹ്യൂമിലിയേറ്റിംഗ് ആയുള്ള ഫിഗേഴ്സിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്? അതിൽ നമുക്കൊരു പാഠമായിരിക്കണം. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. എനിക്ക് ഡോക്ടറോട് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോൾ ഞാൻ ഡോക്ടർ മാർട്ടിൻ പാട്രിക്കോട് പറഞ്ഞത്, നമുക്ക് ഓരോരുത്തർക്കും തന്നെ ഓരോ രൂപതകൾക്ക് ഈ ഉള്ള ഫിഗേഴ്സ് ഒന്ന് ഡിസ്ആഗ്രിഗേറ്റ് ചെയ്യണം. ഡിസ്ആഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ മൊത്തം സംസ്ഥാനത്തിലുള്ളത് അത് എത്ര അപൂർണമായാലും അത് ഓരോ രൂപതയ്ക്ക് രൂപത അടിസ്ഥാനത്തായിട്ട് അതിനെ വിഭജിച്ചെടുക്കണം. ഡിസ്ആഗ്രിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് നമ്മുടെ ശ്രദ്ധ ചെല്ലേണ്ടത് നമുക്കറിയാം. ഞാനിത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കൊക്കെ ഇതറിയാം. അപ്പോൾ ഡിസ്ആഗ്രിഗേറ്റ് ചെയ്ത് ഇത് നമ്മൾ എവിടെയാണ് നമ്മുടെ ശ്രദ്ധ ചെല്ലേണ്ടത്, എന്തൊക്കെയാണ് അവിടെ ആവശ്യമുള്ളത് നമ്മൾ അറിയണം. സോ ഫോർ ദിസ് ഇതിനൊന്നും വലിയ റോക്കറ്റ് സയൻസ് ഒന്നും വേണ്ട. ഇന്ന് നമ്മുടെ ഡിജിറ്റൽ ടെക്നോളജി നമ്മളെ വളരെ മിനിറ്റുകളുണ്ട് നമുക്കിതൊക്കെ കണ്ടെത്താൻ സാധിക്കും. ഇവിടെ വേണ്ടത് അതിനുള്ള ഒരു വിൽ പവർ, അതിനുള്ള ഒരു ചാലക ശക്തിയാണ്. അതിപ്പോൾ ഉണ്ട് എന്നാണ് എനിക്ക് ചെറിയൊരു സമാശ്വാസമുള്ള ചെറിയൊരു കോൺഫിഡൻസ് ഉള്ളത്. ഐ ഹോപ്പ് ഐ എം നോട്ട് റോങ്. പ്രിയപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ചക്കാലക്കൽ പിതാവിൻ്റെ ഒരു വളരെ നല്ല സെൻറ്റൻസ് ആമുഖത്തിൽ ഞാൻ കണ്ടു. പിതാവ് പറഞ്ഞിരിക്കുന്നത്, ഈ പുസ്തകം അതായത് ഞാനീ പറഞ്ഞ ഡോക്ടർ മാർട്ടിൻ പാട്രിക്കിൻ്റെ പുസ്തകം ഒരു എക്സ്റേ സ്കാൻ ഓഫ് ദ കമ്മ്യൂണിറ്റി, ഈ സമുദായത്തിൻ്റെ ഒരു എക്സ്റേ സ്കാൻ ആണ്. കൃത്യമായിട്ടുള്ള എല്ലാം നമുക്ക് കാണാം. ദ ഗുഡ്, ദ ബാഡ്, ദി അഗ്ലി എല്ലാം കാണാം. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഉപയോഗിക്കണം എന്ന് ഞാൻ വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എന്തുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? ഒത്തിരി കാര്യങ്ങൾ നമുക്കുണ്ട്. നമ്മൾക്ക് ഓരോരുത്തർക്കും മനസ്സുണ്ട്. നമ്മുടെ ആളുകളെ സഹായിക്കണം, അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കണം, ഗൈഡൻസ് കൊടുക്കണം. നമ്മുടെ ഭാവി തലമുറയ്ക്ക് വലിയ സ്വപ്നങ്ങളും വലിയ ലക്ഷ്യങ്ങളും ഉണ്ടാകണം. പക്ഷേ നമ്മുടെ ജനങ്ങൾക്ക് ഈ ലക്ഷ്യങ്ങളും എക്സ്പെർട്ടീസും എക്സലൻസും നേടണം എന്നുള്ള ആഗ്രഹം കൂടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതാണ് നമ്മുടെ അവസ്ഥ. ദാറ്റ് ഈസ് കോൾഡ് എംപവറിംഗ് പീപ്പിൾ ഫോർ എക്സ്പെർട്ടീസ്, എംപവറിംഗ് പീപ്പിൾ ടു സെർച്ച് ആൻഡ് സീക്ക് എക്സ്പെർട്ടീസ്. സാധാരണമായിട്ട് നമ്മുടെ കുട്ടികൾ വിചാരിക്കും 10ാം ക്ലാസ് പാസ്സാകുക, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി കഴിഞ്ഞ് ഒരു ജോലി എടുക്കുക, എന്തെങ്കിലും ചെയ്യുക, വിദേശത്ത് പോകുക. ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു എംബിഷൻ ഉണ്ടാവില്ല. സോ ഹിയർ വി നീഡ് ടു ഹാവ് ക്ലിയർ എംബിഷൻസ്, ക്ലിയർ ഒബ്ജക്റ്റീവ്സ്. അതിനുവേണ്ടി വി നീഡ് ടു ഹെൽപ്പ് അവർ ചിൽഡ്രൻ ടു സീക്ക് എക്സലൻസ്. എക്സലൻസ് സീക്ക് ചെയ്യുന്നത് തന്നെ ഒരു എംപവർമെൻ്റ് ആണ്. അത് നമ്മൾ എംപവർ ചെയ്യണം. ഇവിടെയൊക്കെ നീ ഇവിടെ നിൽക്കുന്നു, നിനക്ക് ഇവിടെ എത്താൻ സാധിക്കും എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. അതിന് ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എത്രയോ ഏറ്റവും ദാരിദ്ര്യത്തിൽ ഏറ്റവും കഷ്ടപ്പാടിൽ കഴിഞ്ഞ ആൾക്കാർ എവിടെയൊക്കെയാണ് ലോകത്തിൽ പ്രഗത്ഭരായി അവർ ശോഭിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് മാതൃകകളായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. അതുകൊണ്ട് ലെറ്റ് us teach our youngsters to seek expertise, to seek excellence. പിന്നെ നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന നമുക്കൊരു കുറ്റബോധമുണ്ട്. കൃത്യമായിട്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്തിട്ടില്ല. അത് വി ഹാവ് നോട്ട് പെർഫോംഡ് അവർ റെസ്പോൺസിബിലിറ്റി പ്രോപ്പർലി എന്നുള്ള ഒരു കുറ്റബോധം ഇവിടെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ബിക്കോസ് വി ഷുഡ് ബി മറ്റുള്ളവരെ സഹായിച്ചു അവരെ ഉയർത്താൻ സാധിച്ചില്ലെങ്കിൽ എൻ്റെ കഴിവ് എന്നിൽ തന്നെയാണ് ഉറങ്ങിക്കിടക്കുക മാത്രമല്ല അത് അവിടെ കിടന്നുകൊണ്ടത് ഡെഡ് ആകുകയും ചെയ്യും. സോ ലെറ്റ് us ഹെൽപ്പ് എവരിബഡി. നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. നമുക്കെല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന നല്ല മനസ്സുള്ളവരാണ്, സഹായിക്കാൻ നമുക്ക് ആഗ്രഹവുമുണ്ട്. എനിക്ക് ഇന്ന കഴിവുകളുണ്ട്, ഈ കഴിവുകൾ ഞാൻ ഉപയോഗിക്കാൻ തയ്യാറാണ്. അതിനൊരു ഫോറം വേണം, ഒരു പ്ലാറ്റ്ഫോം വേണം.
KRLCC ഈസ് ഗിവിങ് യു എ പ്ലാറ്റ്ഫോം. പക്ഷേ ആ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ സ്റ്റഡി ആയിരിക്കണം. നമ്മൾ കയറി നിന്ന് കിടന്ന് കുലുങ്ങിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ താഴെ പോകും, നമ്മൾ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവരും നാം. അതുകൊണ്ട് സ്ട്രോങ് സ്റ്റഡി പ്ലാറ്റ്ഫോം ഈ KRLCC നമുക്ക് നൽകിയിരിക്കണം, അത് നാം തന്നെ നമുക്ക് നൽകിയിരിക്കണം. സോ സ്ട്രോങ് സ്റ്റഡി പ്ലാറ്റ്ഫോം ടു സപ്പോർട്ട് ആൻഡ് ഹെൽപ്പ് ദ യങ്സ്റ്റേഴ്സ്. ഈ കൊടുക്കാനുള്ള റിസോഴ്സസ് ഒരിടത്തും ഈ വാങ്ങാനുള്ള ടേക്കേഴ്സിൻ്റെ ആ ഗ്യാപ്പ്, ഈ ഗ്യാപ്പാണ് നമ്മുടെ KRLCCയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ആ ഗ്യാപ്പ് മാറ്റി അവരെ രണ്ടും ഒന്നാക്കുക, ലിങ്ക് ചെയ്യുക. ഓൺലി ഇഫ് യു ലിങ്ക് ഇറ്റ് ക്യാൻ യു വർക്ക് ഇറ്റ് ഔട്ട്. ഇപ്പോൾ ഇന്ന് തീമാറ്റിക് ഗ്രൂപ്പ്സ് ഉണ്ട് 7. അപ്പോൾ ഈ ഗ്രൂപ്പ്സിൻ്റെ അകത്ത് ധാരാളം നല്ല നല്ല നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും വരും. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിനും ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് എന്നുള്ള ആ ആശയം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പഴയ കാലത്തുണ്ടായിരുന്ന ഒരു ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് അല്ല ഇന്ന് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈ? പഴയ കാലത്തെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്തായിരുന്നു? ഒരു പാവപ്പെട്ട കുട്ടി കണ്ടു, അതിന് സ്കോളർഷിപ്പിൽ വെച്ച് പൈസ കൊടുക്കുക, പുസ്തകം വാങ്ങാൻ കാശ് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ വീട് മോശമാണെങ്കിൽ ചെറിയ ഹെൽപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഹെൽപ്പ്, അതോടെ തീർന്നു, എൻ്റെ ജോലി കഴിഞ്ഞു. നോ, ദാറ്റ് ഈസ് നോട്ട് ഇറ്റ്. Today's has to be a more systematic, structural type of commitment. അപ്പോൾ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എടുക്കേണ്ടത്. എന്താണ് നമ്മുടെ സ്ട്രക്ചേഴ്സ്? നമ്മുടെ സ്ട്രക്ചേഴ്സ് നമ്മുടെ BCC ആണ്, നമ്മുടെ കുടുംബ യൂണിറ്റുകളാണ്, നമ്മുടെ പാരിഷുകളാണ്, നമ്മുടെ രൂപതകളാണ്, നമ്മുടെ ഈ സമുദായമാണ്, KRLCC പോലുള്ള സംഘടനകളാണ്. There is where you have to work. ഇത് എങ്ങനെ കൊണ്ടുവരും? എന്തൊക്കെയാണ് തടസ്സങ്ങൾ? ഒരുപാട് തടസ്സങ്ങൾ. ഞങ്ങൾ വരുന്ന വഴിക്ക് തടസ്സങ്ങൾ ഒരുപാട് പറഞ്ഞു, ഞാനിവിടെ അത് പറയുന്നില്ല, ബിക്കോസ് ഇറ്റ് വിൽ ടേക്ക് ടൈം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ തടസ്സങ്ങൾ മാറ്റണം, തുറന്ന് സംസാരിക്കണം. നിങ്ങളുടെ ഈ ഗ്രൂപ്പിൽ നിങ്ങൾ ആരെയും ഭയക്കണ്ട. പ്ലീസ് ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് എനിബഡി, ബിക്കോസ് യു ആർ ടോക്കിംഗ് ദ ട്രൂത്ത്. നമ്മൾ സത്യം പറയാനാണ് വന്നിരിക്കുന്നത്. യു ഹാവ് ടു സേ വാട്ട് യു തിങ്ക് ഇസ് ദ ഹേർഡിൽസ്. തീർച്ചയായിട്ടും എന്തൊക്കെയാണ് ഇവിടുത്തുള്ള തടസ്സങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളത് എഴുതി വെക്കണം. ഈ തടസ്സങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യുക? ഒന്നും അസാധ്യമല്ല. God is with us. When God is with you, who can be against you? So please find out the challenges. ധാരാളമുണ്ട്, തടസ്സങ്ങളുണ്ട്. ഈ തടസ്സങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്യുക എന്ന് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഈ ഗ്രൂപ്പ്സ് ഡിസ്കഷനിൽ കൊണ്ട് കണ്ടെത്തണം. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മെ തന്നെ ഒരു എൻജിൻ ഓഫ് പ്രോഗ്രസ് ആയിട്ട് കാണണം. പ്രോഗ്രസിൻ്റെ ഒരു എൻജിൻ, ഈ ഒരു മെഷീനായിട്ട് കാണണം. ആൻഡ് ദാറ്റ് മെഷീൻ ഈസ് ഫയർഡ്, ഈസ് ഗിവൺ ഫ്യൂവൽ ബൈ ദ എൻതൂസിയാസം, ദ സപ്പോർട്ട് ഓഫ് എവരിബഡി. ഈ എൻജിനാണ് സമൂഹത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് ഈ ഒരു കാൽവയ്പിലൂടെ ഈ മൈൽ സ്റ്റോൺ കോൺക്ലേവ് 25ാം വർഷത്തിൽ, ഒരു ജൂബിലി വർഷത്തിൽ നാം ഏറ്റെടുക്കുന്ന വലിയൊരു ദൗത്യം തീർച്ചയായിട്ടും നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കും. ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഒരുപാട് വൈകിപ്പോയി. 25 വയസ്സായ ഒരു അഡൾട്ടാണ്, 25 വയസ്സ് പ്രായമായിട്ടുള്ള അഡൾട്ടാണ്, ഇപ്പോഴും തപ്പിക്കൊണ്ട് നടക്കുക നമ്മൾ. അയ്യോ ഞങ്ങൾക്ക് ആരുമില്ലേ, വീടില്ല, കൂടില്ല, പണമില്ല, ജോലി ചെയ്യാൻ. ഇന്നും നാണമില്ലേ നമുക്ക്? ആൻഡ് യു അഷേംഡ്? ഐ തിങ്ക് ഇത് ഭയങ്കര വിഷമം തോന്നുന്നു കേട്ടോ. വി ഹാവ് ടു സ്റ്റാർട്ട്. ഓരോരുത്തരും സ്വന്തമായിട്ട് ചെയ്യുന്നതൊക്കെ ചെറിയതാണ്, പാച്ച് വർക്കാണ്. നിങ്ങളും ഞാനും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷേ എല്ലാം പാച്ച് വർക്കാണ്. പാച്ച് വർക്ക് ഒരിക്കലും സഹായകരമല്ല. ഇറ്റ് ഹാസ് ടു ബി എ കംപ്ലീറ്റ് വർക്ക് വിച്ച് ബ്രിങ്സ് എ ക്ലിയറർ പിക്ചർ, എ ബെറ്റർ ഫ്യൂച്ചർ, പ്രോഗ്രസ് ആൻഡ് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ അതായിരിക്കണം നമ്മുടെ മുഖ്യ വാട്ട് പുഷസ് യു ഫോർവേഡ്. ആ എൻജിനെ ഫ്യൂൽ ചെയ്യുന്ന കാര്യം ഇതായിരിക്കണം. നൗ നമ്മുടെ എബിലിറ്റീസ് ധാരാളമുണ്ട്. അതുപോലെ തന്നെ ട്രബിൾ ഷൂട്ടിംഗ് വേണം. എങ്ങനെയാണ് ഈ കുട്ടികളെ നമുക്ക് ഈ കുട്ടികളെല്ലാം ചെറുപ്പക്കാരെ, സോ ദോസ് ഹു ആർ ഇൻ സർവീസ്, പലപ്പോഴും സർക്കാർ സർവീസിലോ ബാങ്കിങ് സർവീസൊക്കെ ഇരിക്കുന്നവർക്ക് അവരുടെ പ്രൊമോഷനിലോ അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ, സോ മെനി പ്രോബ്ലംസ് ദേ ഹാവ്. അവരെ സഹായിക്കാൻ നമുക്ക് സാധിക്കണം. ഹാൻഡ് ഹോൾഡിംഗ് ഉണ്ടാവണം. സോ ദീസ് ആർ തിങ്സ് വിച്ച് വി നീഡ് ടു ആൻഡ് ഓൾസോ ഹെൽപ്പ് ദം ഹൗ ടു ആക്സസ് ഡെലിവറി സിസ്റ്റംസ്. നമുക്ക് ചുറ്റുമുള്ള ബെനിഫിറ്റ്സ് നൽകിക്കൊണ്ടിരിക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള ബെനിഫിറ്റ്സ്, അത് എങ്ങനെയാണ് നമുക്കത് ലഭ്യമാകുക? അത് പലർക്കും അറിയാൻ പാടില്ല. പല സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസിനെ കുറിച്ച് ആർക്കും തന്നെ അറിയില്ല. ഇത് പലപ്പോഴും നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു. ഹെൽപ്പ് ഡെസ്കിനെ പറ്റി ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 15 വർഷമായി എന്നാണ്.
ബട്ട് ഇറ്റ് ഇസ് നോട്ട് വർക്കിംഗ് ഔട്ട്. ഒരു നല്ല ഹെൽപ്പ് ഡെസ്ക് എന്തുകൊണ്ട് നമുക്കില്ലാത്തത്? അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ ഡിജിറ്റൽ വേൾഡ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. സോ ലെറ്റ് us do all these things and let us commit ourselves to doing something from day one. Once you find out where you need to work, എങ്ങനെയാണ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ട്രബിൾ ഷൂട്ടിംഗ് നടത്തേണ്ടത്, then you have to commit yourself. കുറഞ്ഞത് ഒരു മാസം 10 മണിക്കൂർ. Can I spend 10 hours a month? അത് നിങ്ങളുടെ ഗ്രൂപ്പിൽ തീരുമാനിക്കുക. 10 മണിക്കൂർ ഒരു മാസം ഈ കാര്യങ്ങൾ ഒരു ഗ്രൂപ്പിൻ്റെ നന്മയ്ക്ക് വേണ്ടി, മേ ബി സ്റ്റുഡൻസ്, മേ ബി ഓഫീസേഴ്സ്, പീപ്പിൾ വർക്കിംഗ്, എംപ്ലോയീസ്, ഓർ പീപ്പിൾ ഹു നീഡ് സ്കിൽ അപ്ഗ്രഡേഷൻ, who need to know knowledge about what is available, courses ഏതൊക്കെ എടുക്കേണ്ടത്, ട്രെയിനിങ് ഏതൊക്കെ ഉണ്ട്, എങ്ങനെയാണ് അപ്സ്കില്ലിങ്, എങ്ങനെയാണ് റീസ്കില്ലിങ്, എങ്ങനെയാണ്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ യു ആർ ഏബിൾ ടു ഡു ഇറ്റ് ബിക്കോസ് യു നോ ബെറ്റർ, യു നോ വാട്ട് ഈസ് അവൈലബിൾ. 10 മണിക്കൂർ ഒരു മാസം കൊടുക്കാൻ പറ്റുമോ? 1. 2, how can you create one opportunity for a person? ഒരാൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കാമോ? നമ്മുടെ ചുറ്റും കാണുമ്പോൾ ഇന്ന കാര്യങ്ങൾ താനൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ, ഞാനും കൂടെ സഹായിക്കാം, അല്ലെങ്കിൽ ഇന്ന ആളുകളെ ഒന്ന് സമീപിക്കുക. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ? സപ്പോർട്ട് സ്റ്റുഡൻസ് പേഴ്സണലി, പണമായിട്ട് മാത്രമല്ല, പുസ്തകങ്ങളായിട്ട്, എക്വിപ്മെൻ്റായിട്ട്, പഠിക്കുന്ന സ്ഥാപനത്തിന് ചില ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ സപ്പോർട്ട് സ്റ്റുഡൻസ് പേഴ്സണലി ആൻഡ് ആസ് എ ഗ്രൂപ്പ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻഡിസസ്. ഇപ്പോൾ ഇതിനകത്ത് പറയുന്നു, നമ്മുടെ ആ റിപ്പോർട്ടിൽ മാത്യു പാട്രിക് സാറിൻ്റെ ബുക്കിൽ ഏറ്റവും കൂടുതൽ കടബാധ്യത വന്നിരിക്കുന്നത് എന്തിനാണ്? വീട് വയ്ക്കലും, 2 നമ്മുടെ ദൂർത്ത നിറഞ്ഞ ആഘോഷങ്ങൾക്കാണ്. അത് ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ ചടങ്ങുകൾക്കും ചിലവാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളത് എവിടെയാണ് നമ്മൾ ഇടപെടേണ്ടത്? സോ ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഓൾസോ പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരിക. ആൻഡ് ദിസ് ഇസ് കോൾഡ്, നമ്മൾ ഇത് ചെയ്യുന്നത്, ഇതിനെ വിളിക്കുന്നത് ഇൻറ്റൻഷണൽ ആപ്ലിക്കേഷൻ ഓഫ് എക്സ്പെർട്ടീസ്. ഇൻറ്റൻഷൻ, അതായത് നമ്മൾ ദൃഢനിശ്ചയത്തോടുകൂടി നമ്മുടെ സ്വന്തം കഴിവ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഓരോ സിറ്റുവേഷനും, ദാറ്റ് ഇസ് കോൾഡ് ഇൻറ്റൻഷണൽ ആപ്ലിക്കേഷൻ ഓഫ് എക്സ്പെർട്ടീസ്. അപ്പോൾ നമുക്ക് എക്സ്പെർട്ടീസ് ഉണ്ട്, അത് കൃത്യമായിട്ട് നമ്മളത് പ്രയോജനപ്പെടുത്തുന്ന മാത്രമല്ല അപ്ലൈ ചെയ്യുന്നതാണ്. സോ വി ഹാവ് ടു ഡു ദാറ്റ്. ആൻഡ് ഓൾസോ ഐ വുഡ് റെക്കമെൻഡ് ദാറ്റ് KRLCC അവസാനം ഇതെല്ലാം ക്രോഡീകരിച്ച് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക. ഇമ്മീഡിയറ്റ്, ഷോർട്ട് ടേം, മിഡ് ടേം, ലോങ് ടേം പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിനെയെല്ലാം ക്രോഡീകരിച്ച് ഈ ആക്ഷൻ പ്ലാനിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഏറ്റവും ആദ്യം ചെയ്യാവുന്ന കാര്യങ്ങളിൽ ഒരു 5 അംഗ കമ്മിറ്റി ഏൽപ്പിക്കുക. പിക്കപ്പ് എനിബഡി ഹു ക്യാൻ ടേക്ക് ഓണർഷിപ്പ് ആൻഡ് ഗിവ് ലീഡർഷിപ്പ്, ഗിവ് ഇനഫ് ഗൈഡൻസ് ടു ദ എക്സ്പേർട്സ് ലൈക്ക് യു. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് എക്സ്പേർട്സിന് ആവശ്യമായിട്ട്, നിങ്ങൾ എക്സ്പേർട്സാണ്, മറ്റുള്ളവർ എക്സ്പേർട്സ് അതിനേക്കാൾ അല്പം കൂടെ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും. ദേ വിൽ ബി ഏബിൾ ടു ഹെൽപ്പ് യു. അപ്പോൾ ഈ 5 അംഗ കമ്മിറ്റിയിൽ ലെറ്റ് ഇറ്റ് ബി 5 lay people and let us have 1 priest, 1 sister, enough. 7 അംഗ കമ്മിറ്റി വെച്ച് നല്ല രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് ഡു ഇറ്റ് ഫോർ 1 year and let us see what the changes. ഞാനൊരു ചെറിയൊരു കഥയായിട്ട് നിർത്താൻ പോവാണ്. നമ്മുടെ ലോകത്തുള്ള ഏറ്റവും പുരാതനമായ ട്രൈബുകളിലൊന്നാണ് അമേരിക്കയിൽ, നോർത്ത് അമേരിക്കയിലുള്ള സിയോക്സ് എന്ന് പറയുന്ന ഒരു ട്രൈബ്. ദേ ഹാവ് ബീൻ ദെയർ ഫോർ thousands of years. നമ്മുടെ ആദിവാസികളുടെ കാലം ഏതാണ്ട് അതുപോലെ അതിനേക്കാളും ഉപരി മുൻപ് ജനവാസം ഉണ്ടായിരുന്ന നോർത്ത് അമേരിക്കയിലെ സ്ഥലങ്ങൾ, അതായത് നിയർ വിയോമിങ്, നോർത്ത് ഡക്കോട്ട, സൗത്ത് ഡക്കോട്ട, അതിനുള്ള സ്ഥലങ്ങളാണ്. അവരുടെ ഉള്ളിലാണ് അവർക്കൊരു നേഷനുണ്ട്, സിയോക്സ് നേഷൻ, SIOUX. ഈ ട്രൈബിൻ്റെ വളരെ പഴഞ്ചനായ ഒരു കഥയുണ്ട്, അത് എല്ലാവരും പറയുന്ന കഥയാണ്. ഈ കഥയ്ക്കകത്തുള്ള ഏറ്റവും പ്രധാനം എന്തെന്നറിയാമോ? പ്രധാനപ്പെട്ട കാര്യം, അവരുടെ their creator wanted to hide wisdom, അറിവും പ്രാക്ടിക്കൽ വിസ്ഡം ഒന്ന് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ അത് പറഞ്ഞ് ഞാൻ എളുപ്പത്തിൽ അത് കൊടുക്കില്ല, ഐ വോണ്ട് ടു ഹൈഡ് ഇറ്റ് ഇൻ എ വെരി വെരി സീക്രട്ട് പ്ലേസ്. അപ്പോൾ എല്ലാ ആനിമൽസിനെ വിളിച്ച് ചോദിച്ചു എവിടെയാണ് വെക്കേണ്ടത്. അപ്പോൾ ഈഗിളാണല്ലോ ഏറ്റവും ഉയരം പറക്കുന്നത്. ഈഗിൾ പറഞ്ഞു, ഞാനത് ഏറ്റവും ഉയരത്തിലുള്ള മലയുടെ മുകളിൽ ഈ ചന്ദ്രൻ്റെ പിന്നിൽ കൊണ്ട് ഒളിച്ചു വയ്ക്കാം. അപ്പോൾ ദൈവം പറഞ്ഞു, ക്രിയേറ്റർ പറഞ്ഞു, മനുഷ്യൻ എങ്ങനെ മെഷീൻ ഉണ്ടാക്കി കണ്ടുപിടിച്ച് അവിടെ പോയി അതും കൂടെ എടുത്തുകൊണ്ട് പോകും.
അപ്പോൾ മീൻ പറഞ്ഞു, സാൽമൺ മീൻ പറഞ്ഞു, ഞാൻ ഏറ്റവും അടിയിൽ ഏറ്റവും വലിയ സമുദ്രത്തിൻ്റെ ഏറ്റവും ആഴത്തിൽ ചെന്ന് ഒളിച്ചു വെക്കാം. അപ്പോൾ ദൈവം പറഞ്ഞു, അവൻ പിന്നെയും ക്രിയേറ്റർ സെഡ് ഹി വിൽ ഫൈൻഡ് എ വേ ടു ഗോ ആൻഡ് ഫൈൻഡ് ഇറ്റ് ഔട്ട് ഫ്രം ദ ഡെപ്ത്സ് ഓഫ് ദ സീ. അങ്ങനെ ഓരോരുത്തരും ഓരോന്നും പറഞ്ഞപ്പോൾ കണ്ണില്ലാത്ത ഒരു ആനിമൽ, മോളെന്ന് വെച്ചാൽ ഒരു റാബിറ്റിനെ പോലെ ചെറിയൊരു ആനിമൽ, അതിന് കണ്ണില്ല, കാഴ്ചയില്ല, പക്ഷെ നിറച്ച് വിശുദ്ധമാണ്. അവർ പറഞ്ഞത്, എനിക്കൊരു നല്ല സ്ഥലം അറിയാം. അതേതാന്ന് പറഞ്ഞു ദൈവം ചോദിച്ചു. പറഞ്ഞു, അത് മനുഷ്യൻ്റെ ഹൃദയത്തിലങ്ങ് ഒളിച്ചു വെച്ചാൽ മതി. നമ്മളും ഹൃദയത്തിനുള്ളിൽ അറിവിൻ്റെയും കഴിവിൻ്റെയും സീക്രട്സ് ഒളിച്ചു വെച്ചിരിക്കുക. നമ്മൾ എന്നാണ് അത് കണ്ടുപിടിക്കാൻ പോകുന്നത്? താങ്ക് യു. ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ ഒരു വഴി തെളിക്കാൻ നമുക്കാവുമോ? എന്തെങ്കിലും ഗുണപരമായ മാറ്റം വരുത്തുവാൻ നമ്മുടെ ഇടപെടലുകൾ കൊണ്ട് ഒറ്റയ്ക്കോ സംഘടിതമായോ സാധിക്കുമോ? ഇങ്ങനെ വളരെ കൃത്യമായ തുടർ ചർച്ചകൾക്ക് ഉപോത്ഭകമായ ദിശാബോധം പകരുന്ന പല ആശയങ്ങളും നമ്മോട് പങ്കുവെച്ചു. നമ്മുടെ ഈ സമൂഹത്തിന് ദിശാബോധം പകർന്നതിന് കുറെ കൂടി ആർജവത്തോടെ, സാമൂഹിക പ്രതിബദ്ധതയോടെ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറുവാൻ, ഈ സമൂഹത്തെ കുറെ കൂടി ശോഭനമാക്കുവാൻ, അതിന് വഴിതെളിക്കുവാൻ നമുക്ക് ചിന്തകൾക്ക് പ്രചോദനം നൽകിയ, നമ്മോട് കൂടെയായിരിക്കുന്ന, ഏറ്റവും വിലപ്പെട്ട ചിന്തകളും അതോടൊപ്പം സാന്നിധ്യവും നൽകുന്ന പ്രിയങ്കരിയായ ശ്രീമതി ലിൻഡ ജേക്കബ് IAS ഏറ്റവും ആദരവോടെ ഏവരുടെയും നാമത്തിൽ സഹൃദയവും നന്ദി പറയിപ്പിക്കുന്നു.